ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അന്നന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടികൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ് കേട്ടോ. അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാലിരിപ്പില്ല, അപ്പോൾ കട്ടൻ ചായ ഇടാനായിട്ട് പോവാണ് കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്ററിൻ്റെ കാറ്റ് പോയിരിക്കുന്നതായിട്ട് തോന്നുന്നു. ലൈറ്റർ അങ്ങോട്ട് കത്തുന്നില്ല. പിന്നെ തീപ്പെട്ടി തന്നെ ശരണം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് കട്ടൻ ചായ ഇടാനായിട്ട് പോവാണ് കേട്ടോ. രാവിലെ തന്നെ വെള്ളി പാറിയല്ലേ, കുഴപ്പമില്ല, നമ്മൾ ഉഷാറാക്കാം. അപ്പോൾ ഈ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഉപ്പുമാവാണ് കേട്ടോ. മാവൊന്നും നമ്മൾ അരച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവയാകുമ്പോൾ വാപ്പാക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ റവ വെച്ചിട്ട് നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവാണേ. കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ അനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ പുറമേ ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിനെ അനുബന്ധിച്ച് നമ്മൾ ചാനൽ തുടങ്ങിയതിനനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ചാനൽ തുടങ്ങിയത് അങ്ങനെ ആർക്കും അറിയത്തൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു വരുന്നുണ്ട്. ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയ സമയത്ത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ചാനൽ ഉണ്ടെന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അവൾക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 7-8 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു 5-6 വർഷം മുന്നേ ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അന്ന് പിന്നെ നമ്മുടെ സാഹചര്യങ്ങളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഒരുപാട് വിഷമവും ദുഃഖവും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അന്നേ ഇങ്ങനെ ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്കിങ്ങനെ ചാനൽ തുടങ്ങണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് ഒരു മൊബൈലാണ്. അപ്പോൾ അങ്ങനൊരു മൊബൈൽ എനിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലൊക്കെ വാങ്ങിച്ചു. പിന്നെന്താ, ആദ്യമായിട്ട് ഞാനിങ്ങനെ കാണുന്ന ചാനൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കൂടുതലായിട്ട് ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് കാണാനായിട്ട് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ജോലി ചെയ്യാനും നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കും. നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ അത് നമുക്കൊരു പ്രചോദനമാണ്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ മടി പിടിക്കാതെ നമ്മുടെ വീട്ടു ജോലികളൊക്കെ എളുപ്പമായിട്ട് തീർക്കാനായിട്ട് എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്തായിരുന്നു, മലയാളി മുംബൈ ഹെൽന എന്ന് പറയുന്ന ഹെൽനയുടെ ചാനലായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഞാൻ കണ്ടു തുടങ്ങുന്നത്. പിന്നെ മിയ കിച്ചൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐഷാസ് വേൾഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഐഷാസ് വേൾഡ് കൂടുതലും കുക്കിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹെൽനയുടെ ചാനലിലാണെങ്കിലും മൊത്തം വീട്ടുകാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു വീട്ടമ്മയുടെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഉഷാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. പിന്നെ അവർ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കണ്ട് നമുക്കത് തന്നെ നമുക്കിങ്ങനെ ജോലി ചെയ്യാൻ ഉഷാറായിട്ട് നമ്മൾ അതുപോലെയൊക്കെ അങ്ങ് ആവുമല്ലോ, നമുക്ക് അതുപോലെ വൃത്തിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ളൊരു ഒരു തോന്നൽ വരുമല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കിങ്ങനെ എപ്പോഴും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങണം. പ്രധാനമായിട്ട് അതിൽ നിന്നൊരു ഇൻകം കിട്ടും എന്നറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം കൂടി വന്നത്. വെറുതെ ഒന്നും അല്ല വന്നത്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടൈം പാസിന് വേണ്ടിയിട്ടും സമയം പോവാനും അതുപോലെ തന്നെ ഒരു വെറുതെ നമ്മൾ തുടങ്ങിയ ചാനലാണ്, ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയ ചാനലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ, വരുമാനം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഷംന നിനക്ക് ഇൻകം കിട്ടി തുടങ്ങിയോ, നിനക്ക് ഇൻകം കിട്ടി തുടങ്ങി കാണും എന്ന് സംശയിക്കുന്ന ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് നേരിട്ട് അങ്ങനെ ചോദിച്ചവരുണ്ട്. മെസ്സേജിലൂടെ നമ്മൾ യൂട്യൂബേഴ്സ് നമ്മുടെ ഇഷൽ ഡ്രീംസിലെ ഇഷലിൻ്റെ അമ്മ സുമയ്യയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, മോണിറ്റൈസ് ആയോ, വരുമാനം കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമുക്ക് വ്യൂസൊന്നും അത്രയ്ക്കൊന്നും ഇല്ല.
പിന്നെ അൽഹംദുലില്ലാ പടച്ചോൻ നമുക്കുള്ള സബ്സ്ക്രൈബർ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് വരുമാനമൊന്നും കിട്ടാൻ ഉള്ളൊരു ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ. അതിന് എന്തോരം കഷ്ടപ്പെടണം, എന്തോരം മുന്നോട്ട് പോകാൻ കിടക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ ചാനൽ ഇങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു വിചാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുക, പൈസ മേടിക്കുക, വീഡിയോ ഇടുക, പൈസ മേടിക്കുക, ബാങ്കിൽ ഇങ്ങനെ പൈസ വരും, നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ വരും. ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെയും ചിന്താഗതി. പക്ഷേ അതൊന്നും അല്ല എന്നുള്ളത് പിന്നെ ചാനൽ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയൊന്നും അല്ല, വെറുതെ ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം, എന്നാലേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ, അതിൽ നിന്നൊരു ഗുണം കിട്ടത്തുള്ളൂ എന്നൊക്കെ പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല ക്ഷമ വേണം, ഇല്ലെങ്കിൽ ഇതിലിങ്ങനെ പിടിച്ച് നിന്ന് പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് എന്നും വീഡിയോ ഇടണം, നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടണം കേട്ടോ. ഒരു ദിവസം പോലും നമ്മൾ മുടങ്ങാതെ നമ്മൾ എന്നും വീഡിയോ ഇടണം. ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും വല്ല പ്രയോജനവും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതൊന്നും കഴിയത്തൊന്നുമില്ല, നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും പറ്റത്തൊന്നുമില്ല, അതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സിന് പറ്റുന്ന പണികളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഓരോരുത്തർക്കും യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പുച്ഛമാണ് കേട്ടോ. പിന്നെ യൂട്യൂബ് അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അവൾ വീട്ടുകാര്യങ്ങൾ കാണിക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ട്. അതെൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ കണ്ടൻറ്റാണ് യൂട്യൂബിന് എപ്പോഴും മെയിൻ കണ്ടൻറ്റാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ വീട്ടുകാര്യങ്ങൾ കാണിക്കാനല്ലേ പറ്റത്തുള്ളൂ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്, അതുകൊണ്ട് നമ്മളതൊക്കെ കാണിക്കുന്നുള്ളൂ. ഒത്തിരി വീട്ടമ്മമാരിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ പിന്നെ കണ്ടമാനമുണ്ട്, യൂട്യൂബേഴ്സേ ഉള്ളൂ. 100 പേര് നിന്ന് കഴിഞ്ഞാൽ 99 പേരും യൂട്യൂബേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം നമുക്ക് പ്രയോജനം കിട്ടും കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. എനിക്ക് ഈ അടുത്ത സമയത്താണ് മോണിറ്റൈസൊക്കെ ആയിട്ട്, അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് ഇപ്പോഴാണ് അതൊന്ന് തീർത്തത്. ഇനി നമ്മൾ ഇടുന്ന വീഡിയോസിനാണ്, അതായത് മോണിറ്റൈസ് ആവുന്ന ടൈം വരെ നമ്മളിടുന്ന വീഡിയോസിനൊന്നും നമുക്ക് പൈസ കിട്ടത്തില്ല കേട്ടോ. മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയ വീഡിയോസ് ആണെങ്കിലും പുതിയ വീഡിയോസ് ആണെങ്കിലും ഓടിക്കഴിഞ്ഞാൽ പൈസ കിട്ടും. അതിന് മുന്നേ മോണിറ്റൈസ് ആവുന്നതിന് മുന്നേ നമ്മളിട്ട വീഡിയോ ചിലപ്പോൾ ഓടിയില്ലെങ്കിൽ നമുക്ക് ഡോളർ കയറത്തില്ല. അപ്പോൾ നമുക്ക് മോണിറ്റൈസ് ആവണമെങ്കിൽ, അത് മോണിറ്റൈസ് ആക്കണമെങ്കിൽ നമ്മൾ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ. ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം 4000 വാച്ച് അവർ എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മാക്സിമം നമ്മളൊരു 10-15 മിനിറ്റോളം ഉള്ള ലോങ് വീഡിയോസ് ഇടുന്നെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് പറയുന്ന യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് വീഡിയോസ് ഓരോരുത്തരുടെ ഇതിലേക്ക് ഹോം പേജിലേക്ക് കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. 4000 വാച്ച് അവർ ഒരു മനുഷ്യൻ കാണണ്ടായോ, ആളുകൾ കാണണ്ടായോ, 4000 മണിക്കൂറൊക്കെ ആളുകൾ കാണണ്ടായോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എനിക്കത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് വീഡിയോയുടെ മുമ്പിൽ ഒന്ന് പറയാനായിട്ട് ഭയങ്കര നാണവും ചമ്മലും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ജോലികൾ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഇത് പറയുന്നത്. ഒത്തിരി പേർക്കുള്ള സംശയമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് അവരോട് പറഞ്ഞിട്ടും അവർ ചിലപ്പം വിശ്വസിക്കണമെന്നൊന്നുമില്ല. യൂട്യൂബിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ വന്ന് നിൽക്കുന്നവർക്ക് എന്നെ പോലെ ഇതുപോലെ തുടക്കക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും എത്രത്തോളം ആയിരിക്കുന്നു. വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് മാസാമാസം അവർ ഇൻകം ലക്ഷങ്ങളും 10,000ങ്ങളും ഒക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ $100 പിന്നെ മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കെന്താ നമ്മുടെ കാര്യങ്ങളെല്ലാം ടാക്സ് ഇൻഫർമേഷൻ, അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് അതൊന്നും പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഞാനല്ല ചെയ്തത്, ഞാൻ വേറൊരാളുടെ കൈ കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആളാണ് എനിക്കിത് ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി അറിയത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വ്യൂസും ലൈക്കും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഡോളർ കയറുന്നതിനുള്ള അതും ശരിക്കൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ ഇതുവരെയും ഇൻകം കിട്ടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ കാരണമാണല്ലോ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തല്ലേ പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയൂ കേട്ടോ. ഇതിലൂടെ തന്നെ ഞാൻ പറയും. അപ്പോൾ
അത് കഴിഞ്ഞ് എനിക്ക് 4000 വാച്ച് അവറും പെട്ടെന്നായിട്ട് ഒരു 3 മാസം 4 മാസം കൊണ്ട് എനിക്കൊരു 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി. എനിക്ക് അന്ന് ഭയങ്കര പേടിയും വിഷമവും ഒക്കെ ആയിരുന്നു. പഠിച്ചോനെ എനിക്കിങ്ങനെ 4000 വാച്ച് അവറൊക്കെ ആവുമോ, നമ്മൾ സാധാരണക്കാരാണ്, നമ്മുടെയൊക്കെ വീഡിയോസ് കാണാൻ ആൾക്കാർ വരുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് കേട്ടോ. അങ്ങനെ തുടങ്ങാനായിട്ട് ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വീടോ ചുറ്റുപാടോ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണോ പറ്റുന്നത്, നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല, മോശമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും ഒക്കെ കാണും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം കേട്ടോ. ക്ഷമിച്ച് മുന്നോട്ട് പോവുക. ഒരിക്കൽ ഒരു ദിവസം പെട്ടെന്ന് തന്നെ, ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ, ഇതിൽ യൂട്യൂബിൽ പിന്നെ ഭാഗ്യവും കൂടെ വേണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നങ്ങ് ക്ലിക്കാവും, ചിലപ്പം കുറച്ച് താമസം വരും. ഒരുപാട് പേരങ്ങനെ പൈസയൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ നല്ല നിലയിലെത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്, എന്നിട്ടാണ് നമ്മൾ അവരൊക്കെ ഈ ഒരു സ്ഥിതിയിലെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അത് വളരെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. യൂട്യൂബിൽ ചെന്ന് വീഡിയോ ഇട്ട ഉടനെ ഒന്നും നമുക്ക് പൈസ വരിങ്ങ് തരത്തൊന്നുമില്ല. $1 എന്ന് പറയുന്നത് 83 സംതിങ് അങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ $100, മിനിമം $100 നമ്മുടെ ആഡ്സെൻസിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മിനിമം $100 തികയ്ക്കണം. $100 എന്ന് പറയുന്നത് നാട്ടിൽ 8000 7000 അങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. ആളുകൾക്ക് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി കൂടുതൽ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ. അവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കും കിട്ടുന്നത്. വെറുതെ ഒന്നും പൈസ കിട്ടത്തില്ല, ഒരുപാട് കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ചാനൽ എനിക്കിങ്ങനെ ക്ഷമിക്കാൻ, എനിക്കിങ്ങനെ മുന്നേ തന്നെ യൂട്യൂബിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ, അതായത് എൻ്റെ വീട്ടിൽ അല്ലായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ, ഞാനിങ്ങനെ എല്ലാം നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് ക്ഷമിച്ചിരുന്നാലേ നമുക്ക് പ്രയോജനം ഉണ്ടാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന് മുന്നേ, ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ മനസ്സിലാക്കി. നമ്മൾ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നമുക്ക് ക്യാഷ് ഇങ്ങ് മേടിച്ചെടുക്കാം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അത് പിന്നെ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ മനസ്സിലാക്കി, അങ്ങനെയാണ് കാര്യം എന്ന് മനസ്സിലാക്കി കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പക്ഷെ നല്ല കാര്യമാണ്, നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആവും, നമ്മുടെ സങ്കടങ്ങളും എല്ലാം മാറും. നമ്മൾ നമ്മുടെ ജോലിയിൽ മുഴുകി നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ആളുകളുണ്ട്. ആളുകൾക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണെന്ന്, പൈസ കിട്ടി തുടങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളവർ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ തന്നെ പറയൂ കേട്ടോ. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വെറുതെ ഒന്നും നമുക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പടച്ചവൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നമുക്കിങ്ങനെ അല്ലാതെ ഇല്ല എന്നിങ്ങനെ ഒരു വാക്കിലൊന്നും പറഞ്ഞു തീർത്തിട്ടൊന്നും കാര്യമില്ല. ഇതിലൂടെ തന്നെ എനിക്ക് പറയണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ സ്ഥിരം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പാത്രം കഴുകലുണ്ടായിരുന്നു, മുറ്റം അടിക്കലുണ്ടായിരുന്നു, വീടിനകം പരിക്കാവും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്പെഷ്യലായിട്ടുള്ളൊരു തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പടവലങ്ങയും വഴുതനങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് ഇതിൽ പറയാൻ പറ്റിയില്ല. എനിക്കിങ്ങനെ ഈ കാര്യങ്ങളൊന്ന് പറയണം, വീഡിയോയിലൂടെ തന്നെ ഒന്ന് പറയണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി പേർക്ക് സംശയമാണ് എനിക്ക് പൈസ കിട്ടിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയാനുള്ളത്, എന്നെപ്പോലെ ഇതുപോലെ കാത്തിരിക്കുന്ന, അപ്പം വാച്ച് അവറൊന്നും കംപ്ലീറ്റ് ആവാതെ ഇരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട കേട്ടോ. നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റോളം ഉള്ള വീഡിയോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 5 മിനിറ്റോ 6 മിനിറ്റോ ഒന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. 10 മിനിറ്റ്, മിനിമം 10 മിനിറ്റെങ്കിലും ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആരും. അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും നല്ല നല്ല കമൻസൊക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ.